ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു കട്ടറാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പൈപ്പ് എടുക്കുക. ഇത് 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. പിന്നെ ഇതേപോലത്തെ 12 വോൾട്ടിൻ്റെ ഒരു മോട്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 1.25 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് മോട്ടർ ഇറക്കി വയ്ക്കുക. ഇതേപോലെ ഇറക്കി വയ്ക്കുക, വീഡിയോ കാണുന്ന പോലെ ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ വയർ അടിക്ക് എത്തണം, മോട്ടറിൻ്റെ വയർ അടിക്ക് എത്തണം. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായി ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചാൽ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു 50-40 mm ഒരു ടീ നമുക്ക് ജോയിൻ്റ് ചെയ്ത് വെക്കണം. ഇതേപോലെ ജോയിൻ്റ് ചെയ്ത് വെക്കണം. ഇതേപോലെ സ്ട്രോങ് ആയിട്ട് ജോയിൻ്റ് വെക്കണം. ടീ വെക്കണേൻ്റെ ഒരു ഗുണമുണ്ട്, അത് നമുക്ക് വഴിയാലേ മനസ്സിലാവും. നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായി വേണ്ടത് ഇതേപോലത്തെ ഒരു ബൾബ് ഹോൾഡറാണ്. ബൾബ് ഹോൾഡർ അങ്ങനെ തന്നെ വേണ്ട, നമുക്ക് അതിൻ്റെ മേലത്തെ ചുവന്നായ ഭാഗം മാത്രം മതി. അതിനുശേഷം നമ്മൾ അതെടുക്കണം. അതെടുക്കാൻ വേണ്ടി നമ്മൾ കട്ടിങ് പ്ലയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. അത് കിട്ടുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷേ അത് കിട്ടും, പക്ഷേ ചെറുതായിട്ട് പൊട്ടും അത്. അപ്പം നമ്മൾ അതിന് പകരം അതിനപ്പുറത്ത് ഒരു ക്ലിപ്പിങ് പോലെ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ചിട്ട് ഇതേപോലെ ഒരു കട്ടിങ് പ്ലയർ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചപ്പോൾ അത് സിമ്പിളായി കിട്ടി. അപ്പം അങ്ങനെ ചെയ്യണം നല്ലത്. പിന്നെ പ്ലെയറൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, കൈമോ കുത്തിക്കൊള്ളാണ്ട്. ഫ്രണ്ട്സ്, അടുത്തായി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിലെ ബോർഡൊക്കെ അടിക്കില്ലേ, അതിൻ്റെ ഷീറ്റിന് നമ്മൾ ചെറിയ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ നേരത്തെ ഇത് ടീ ഇല്ലേ, ആ ടീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ കയറണം. വീഡിയോ കാണണ്ട, ഇതേപോലെ കയറണം. ഈ അളവായിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയാലേ മനസ്സിലാവും. ഇനി സെൻറ്റർ ഹോൾ എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ മോട്ടർ കയറ്റിക്കാനുള്ളതാണ്. അപ്പോൾ ആ മോട്ടർ കയറ്റിക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തായ ബൾബ് ഹോൾഡർ എടുത്തായ സ്ക്രൂ നമുക്ക് ഇതിൽ വെക്കണം. ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇത് ടൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ കണ്ട് പോസ് ചെയ്ത് മനസ്സിലാക്കണം. അത് ഫുള്ളും ടൈറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ ഞാൻ ഇട്ടക ഈ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും, അത് കണ്ട് നിങ്ങൾ അതുപോലെ ടൈറ്റ് ചെയ്യണം. ഇതേപോലെ വെച്ചിട്ട് ടഫാണെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ടൈറ്റ് ചെയ്താൽ മതി. ആദ്യം വെച്ചിട്ട് ടൈറ്റ് ചെയ്യണമെന്നില്ല, അതിൽ ചെറിയ അളവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. അതേപോലെ നന്നായി പ്രസ് ചെയ്യണം, കാരണം മോട്ടർ ഇളകി മോട്ടർ നമ്മൾ കിടന്ന് കറങ്ങുമ്പോൾ ഇത് ഇളകി പോകാത്ത രീതിയിലാണ് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ലോണം കെട്ടി സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സെൻറ്ററിലത്തെ ഹോള് മൂടി പോകരുത്, കാരണം നമുക്ക് മോട്ടർ കടത്തേക്കുണ്ടാണ്. പിന്നെ രണ്ട് സൈഡും നമ്മൾ കെട്ടി നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കെട്ടിയത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ ഒരു ഫോട്ടോ കൊടുക്കുക, അത് പോസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കെട്ടിയാൽ മതി. ഈ ഫോട്ടോ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് കെട്ടിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞത് PVC കട്ടറാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഒരു എക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്യണം. എക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ നമുക്കൊരു എക്സോ ബ്ലേഡും പിന്നെ ഒരു സ്ക്രൂവും 2 നെട്ടും വേണം. ഇത് പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരറ്റത്ത് നമ്മൾ ഒരു ഹോൾ ഒളിക്കണം. ആ ഹോളിൽ നമ്മൾ ഈ എക്സോ ബ്ലേഡ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണാതെ ടൈറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം, നമ്മൾ എക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്യേണ്ടത് ഷീറ്റിൻ്റെ പുറകിലത്തെ സൈഡിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുറകിലത്തെ സൈഡിലാണ് നമ്മൾ എക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, അതായത് നമുക്ക് ആ ടീ എടുത്തിട്ട് ആദ്യം ചെയ്ത് ടീ എടുത്തിട്ട് നമുക്ക് ആ എക്സോ ബ്ലേഡിൻ്റെ ആ ഭാഗം ടീൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ടീൻ്റെ ഉള്ളിൽ കയറ്റിക്കുമ്പോൾ ആ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഫിറ്റ് ആകുന്ന രീതിയിൽ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം.
കണ്ടില്ലേ ഈ സെൻറ്റർ ഭാഗം നമുക്ക് കറക്റ്റ് ആ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണം. മനസ്സിലാവണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നോക്കി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതേപോലെ കയറ്റിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഫ്രണ്ട്സ്. നമുക്കതിനെ ഏതെങ്കിലും ഷേപ്പാക്കി എടുക്കണം. എനിക്ക് ഒരുപാട് ഷേപ്പാക്കി ഉണ്ട്. ആ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഷേപ്പാക്കി എടുക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ ആ ടീമിലേക്ക് കയറ്റി വയ്ക്കാം. ഇതിലപ്പോൾ ഇതേപോലെ കയറ്റി വയ്ക്കാം. കയറ്റി വെച്ചതിന് ശേഷം ഇനി അവിടെ ഒരു സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കണം. ആ സ്റ്റോപ്പർ ഒരു 1.25 ഇഞ്ചിൻ്റെ സ്റ്റോപ്പർ എടുക്കാം. സ്റ്റോപ്പർ ഉണ്ട് എക്സോബായിട്ട് കിടക്കണമെങ്കിൽ ഒരു ഹോൾ ഇട്ട് വയ്ക്കണം. ആദ്യം കൂടെ ഇട്ട് വെച്ചിരുന്നു. അതിൻ്റെ കറക്റ്റ് ഒന്ന് കയറും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായിട്ട് ഇരുന്നുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലും നമുക്ക് സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കണം. ഒരു ചെറിയൊരു കണക്ടർ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കാം. അതിൻ്റെ ബാക്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. ചെറിയ കണക്ടർ വെച്ചിട്ട് സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കാം. നമുക്ക് വേണ്ടത് ഒരു 1.25 ഇഞ്ചിൻ്റെ സ്റ്റോപ്പർ തന്നെ. നമ്മൊരു ഫീമെയിൽ പോട്ട് കണക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ വയർ കണക്ഷൻ കൊടുക്കാം. 12 വോൾട്ട് കൊടുക്കാം. നമുക്കൊരു ഫീമെയിൽ ഫ്രണ്ട്സ് ചെറുതായിട്ടൊന്ന് മഴ തൂങ്ങി നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറിയിരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നുണ്ട്. നമ്മളല്ല ആ ഫീമെയിൽ പോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ആയ സ്റ്റോപ്പർമേ ചെറിയ ഹോളൊക്കെ ഇട്ടുന്നുണ്ട്. ഫീമെയിൽ പോട്ടിൻ്റെ അളവിൽ നമ്മൾ അതിൽ കൂടെ അതിൽ ഫീമെയിൽ പോട്ട് കണക്ട് ചെയ്യാം. സിമ്പിളായി കണക്ട് ചെയ്യാം. കറക്റ്റ് ടൈറ്റ് ആയിട്ട് കറക്റ്റ് ഹോള് നമ്മൾ ഇട്ടത്. അത് ഹോള് കുടിപ്പോയിൽ ഒരു MC അത് ഗ്ലൂ കണ്ണ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് വയറ് തമ്മിൽ ജോയിൻ്റ് ചെയ്യാം. നമ്മൾ ഇൻസുലേഷനൊക്കെ ചുറ്റി സെറ്റാക്കി നമ്മൾ അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി. 12 വോൾട്ട് കൊടുക്കയില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൈപ്പൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് മുറി വെച്ചാൽ അടിപൊളിയായി മുറിയുണ്ട്. കണ്ട അടിപൊളിയായി മുറിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലിലേക്ക് നോക്കിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ.